സ്ക്വാഷ് ഉണ്ടാക്കാനായിട്ടുള്ള ഇഞ്ചിയും നാരങ്ങയും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ജ്യൂസിൻ്റെ അളവ് ഞാൻ കാണിച്ചു തരാം എത്ര എടുക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ ഞാൻ ഒരു 11 നാരങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത നാരങ്ങ നോക്കി വേണം എടുക്കാനായിട്ട്. പച്ച നാരങ്ങയാണെങ്കിൽ ഒരു കയ്പ്പ് ഉണ്ടാവും. നല്ല പഴുത്ത നാരങ്ങയും ഇഞ്ചിയും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നാരങ്ങ നല്ലപോലെ കഴുകിയ ശേഷം ഒരു തുണി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുക. കാരണം നാരങ്ങ നീര് ചേർത്ത ശേഷം നമ്മൾ തിളപ്പിക്കാറില്ല. അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ വേഗം ചീത്തയാവും. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ ഒന്ന് ഒരു കോട്ടൺ ടവൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കാം. അത് കഴിഞ്ഞ ശേഷം ഒരു പലകയിൽ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പം നല്ലപോലെ ജ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇത് ഓപ്ഷനാണ്, ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഓരോ നാരങ്ങയും ഇതുപോലെ ചെയ്ത് എടുക്കാം. ഇനി ചെയ്യേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചിയുടെ തൊലിയൊക്കെ മാറ്റിയ ശേഷം നല്ലപോലെ ഒന്ന് കഴുകി ഇതുപോലെ അരിഞ്ഞ് വെച്ചിരിക്കാം. ഇനി ഈ അരിഞ്ഞ ഇഞ്ചി ഞാൻ ചെറിയ മിക്സി ജാറിൽ മാറ്റിയ ശേഷം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. മുഴുവനായിട്ട് ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ചെറിയ ജാറാകുമ്പോൾ നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ അരച്ചെടുക്കണം. ഇനി ഇത് ഒരു അരിപ്പയിൽ കൂടി നല്ലപോലെ സ്ട്രെയിൻ ചെയ്ത് അരിച്ചെടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നല്ലപോലെ പിഴിഞ്ഞ് മാക്സിമം ജ്യൂസ് ഇതിൽ നിന്ന് എടുത്ത് വയ്ക്കാം. ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിക്കുക. കൈവച്ച് ഒരിക്കലും പിഴിഞ്ഞെടുക്കരുത്, കയ്യിൽ നല്ല പുകച്ചിലുണ്ടാവും. അപ്പോൾ നല്ലപോലെ ഇത് പിഴിഞ്ഞെടുത്ത ശേഷം ഒരു പരന്ന പാത്രത്തിലാണ് ഇപ്പോൾ ഇഞ്ചി ജ്യൂസ് ഉള്ളത്. ഇത് ഇതുപോലെ തന്നെ 20 മിനിറ്റ് വെച്ചിരിക്കുക. ആ സമയം കൊണ്ട് നമുക്ക് നാരങ്ങയുടെ ജ്യൂസ് എടുക്കാം. ഒരു നാരങ്ങ എടുത്ത ശേഷം 2ആയിട്ട് മുറിക്കുക. ഞാൻ കൈ വെച്ച് തന്നെയാണ് പിഴിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ 2ആയിട്ട് മുറിച്ച ശേഷം ഇതിലെ കുരു ഇപ്പോൾ കളയേണ്ട, അവസാനം അരിച്ചെടുക്കുമ്പോൾ മാറിക്കോളും. ഇതുപോലെ ഓരോന്നായിട്ട് പിഴിഞ്ഞ് നാരങ്ങ ജ്യൂസ് എടുക്കാം. 240 ml കപ്പിൽ 1 കപ്പ് നാരങ്ങ ജ്യൂസാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഒരുപാട് പിഴിയണ്ട, തൊലിയുടെ ഒരു കയ്പ്പ് വരാതെ നോക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് നല്ലൊരു ജ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഓവറായിട്ട് പിഴിഞ്ഞ് എടുക്കേണ്ട. അങ്ങനെ മുഴുവൻ നാരങ്ങയും 1 കപ്പ് ആകുന്നത് വരയ്ക്കും ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ 1 കപ്പ് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. 13 നാരങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കുരുവും അല്ലിയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിൽ കൂടി ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഏത് കപ്പാണോ ഉപയോഗിക്കുന്നത് ആ കപ്പിൽ 1 കപ്പ് നാരങ്ങ ജ്യൂസ് എടുക്കുക. ഇനി ഇത് അടച്ച ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കാം. അവസാനമാണ് ഇത് ചേർക്കേണ്ടത്. അപ്പോൾ അതുവരെ ഫ്രിഡ്ജിൽ വയ്ക്കാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇഞ്ചി ജ്യൂസ് നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ മുകൾ ഭാഗം മാത്രമായിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. വീണ്ടും ഒരു പരന്ന പാത്രത്തിലോട്ട് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒരു പഞ്ചസാര പാനി ആകുന്നത് വരേക്കും അത് അതുപോലെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഈ ഒരു വൈറ്റ് കളർ പാർട്ട്, ചുണ്ണാമ്പ് പോലെയുള്ള ഇത് നമുക്ക് കളയാം. ഇനി അത് ഉപയോഗിക്കുകയാണെങ്കിൽ കിഡ്നി സ്റ്റോൺ വരാനുള്ള കാരണമാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഉപയോഗിക്കാറില്ല. ഈ ഒരു തെളിഞ്ഞ ഭാഗം ഇതുപോലെ തന്നെ വെച്ചിരിക്കുക, പഞ്ചസാര പാനി ആകുന്നവരേക്കും. ഇനി നല്ല ചുവട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടി എടുക്കുക. ഇതിലോട്ട് 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിലോട്ട് 1/4 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി തീ ഓൺ ചെയ്ത ശേഷം ഈ പഞ്ചസാരയൊന്ന് അലിയിച്ചെടുക്കുക. അതുവരേക്കും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. പഞ്ചസാര നല്ലപോലെ ഈ വെള്ളത്തിൽ അലിഞ്ഞ് കിട്ടണം. അപ്പോൾ അതുവരേക്കും ഒന്ന് വെയിറ്റ് ചെയ്യാം. പഞ്ചസാര നല്ലപോലെ അലിഞ്ഞിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അതാ ജസ്റ്റ് ഇതുപോലെ ഒന്ന് തൊട്ടാൽ ഒരു ഹാഫ് സ്ട്രിങ് കൺസിസ്റ്റൻസി, അത്രയും പോലും വേണ്ടത്. ഇതുപോലെ ഒന്ന് തൊട്ടാൽ ഒട്ടുന്ന പരുവമായി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷം നമ്മുടെ ഇഞ്ചി നീര് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതും മുകൾ ഭാഗം മാത്രം, തെളിഞ്ഞ ഭാഗം മാത്രമായിട്ട് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ തന്നെ ചൂട് മാറാനായിട്ട് വെച്ചിരിക്കാം. 1/4 കപ്പ് ഇഞ്ചി ജ്യൂസാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. 1 കപ്പ് നാരങ്ങ ജ്യൂസിൻ്റെ അളവാണ്. 2 കപ്പ് പഞ്ചസാര, 1 കപ്പ് വെള്ളം, ഇങ്ങനെയാണ് അളവ്. അപ്പോൾ ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് ചൂട് മാറുന്നവരേക്കും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പഞ്ചസാര സിറപ്പിൻ്റെ ചൂട് നല്ലപോലെ മാറിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഇനി വേണം നാരങ്ങ ജ്യൂസ് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു സമയം നാരങ്ങ ജ്യൂസ് പിഴിഞ്ഞെടുത്താലും മതി. ഞാൻ നേരത്തെ പിഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് പിഴിഞ്ഞ ശേഷം നേരെ അരിച്ചിട്ട് ഇപ്പോൾ തന്നെ ഇതുപോലെ ചേർത്ത് കൊടുത്താലും മതി. ഇനി നാരങ്ങ ജ്യൂസ് 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ഇതിൽ ചേർക്കുന്നില്ല. നാരങ്ങയുടെ ഒരു സിട്രിക് ആസിഡാണ് ഇതിൽ പ്രിസർവേറ്റീവ് ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നാരങ്ങ നീരെടുത്ത ഉടൻ തന്നെ ഫ്രിഡ്ജിൽ വെക്കുന്നത്. ഇല്ല, നിങ്ങൾക്ക് അപ്പോൾ ചേർക്കുന്ന സമയത്ത് പിഴിഞ്ഞ് അരിച്ച് ചേർത്താലും മതി. ഇതുപോലെ ഗ്ലാസ് ബോട്ടിലിൽ ഒഴിച്ച് അടച്ച് നിങ്ങൾക്ക് ഫ്രിഡ്ജിലോ പുറത്തോ ഇത് സൂക്ഷിക്കാം. വേനൽക്കാലത്ത് ഇതുപോലത്തെ സ്ക്വാഷ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാം. വിരുന്നുകാർ വരികയാണെങ്കിലും കലക്കി കൊടുക്കാനും ഈസിയാണ്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നറുനണ്ടി സർബത്തും എൻ്റെ വീഡിയോയും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് അത് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ സ്ക്വാഷ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ബോട്ടിലിൽ ഒഴിച്ച് അടച്ച് സൂക്ഷിക്കാം. ഇനി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, അല്ലെങ്കിൽ പുറത്ത് വെച്ചിരിക്കാം. ഇനി ഇതെങ്ങനെയാണ് ജ്യൂസ് ഉണ്ടാക്കാൻ നോക്കാം. 1/4 ഗ്ലാസ് സ്ക്വാഷ് ഒഴിച്ചു കൊടുക്കുക. ബാക്കി 3/4 ഗ്ലാസ് സാധാരണ വെള്ളം അല്ലെങ്കിൽ ഐസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുക. ആവശ്യമെങ്കിൽ തണുപ്പിന് ഐസ് ക്യൂബ്സും ചേർത്ത് കൊടുത്താൽ ഇത് സെർവ് ചെയ്യാം. അപ്പം പഞ്ചസാര നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ
ഓൾ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാനും മറക്കരുത്. താങ്ക്